പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ പള്ളി എന്നാണ് ആ പള്ളിക്ക് പേര് കിട്ടി. അങ്ങനെ ആ പേര് കിട്ടാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബാദികളും മദീനയിൽ നിന്നും മക്കയിലേക്ക് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി വന്നപ്പോൾ അവര് ഹജ്ജിനും ഉംറയ്ക്കും ഒന്നിച്ച് ഇഹ്റാം ചെയ്താണ് വന്നത്. അപ്പൊ എല്ലാവരും ഹജ്ജ് കഴിഞ്ഞിട്ട് ഉംറയും കൂടെ ചെയ്തിട്ട് പോകാനാണ് എല്ലാവരും വന്നത്. അപ്പൊ ഹജ്ജ് കഴിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അശുദ്ധിയായി, ഹയലായി. പിന്നെ ഉംറ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് വിഷമത്തോട് പറഞ്ഞു, നബിയെ, ഭർത്താവെ, എല്ലാവരും ഹജ്ജ് ഉംറയും ചെയ്തല്ലോ, ഞാൻ ഹജ്ജ് മാത്രമല്ലേ ചെയ്തുള്ളൂ, കാരണം അശുദ്ധിയായി പോയില്ലേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, ആയിഷ വിഷമിക്കണ്ട, ശുദ്ധിയായതിനു ശേഷം തൻഈമിൽ പോയി, അതായത് മീഖാത്തിൽ പോയി ഇഹ്റാം ചെയ്തു വന്ന് ഉംറ ചെയ്യാം എന്ന് പറഞ്ഞു. അതനുസരിച്ച് മക്കയുടെ ഹറമിന്റെ പരിസരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ താമസിച്ചു. ശുദ്ധിയായതിനു ശേഷം തന്റെ സഹോദരനായ അബ്ദുറഹ്മാനെ കൂട്ടിക്കൊണ്ട് തൻഈമിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ഈ മീഖാത്ത് പള്ളിയിൽ വന്ന് ഉംറയ്ക്ക് വേണ്ടി അവിടെ 2 റക്അത്ത് നമസ്കരിച്ചു, ഇഹ്റാം ചെയ്തു. അന്ന് മുതലാണ് ഈ പള്ളിക്ക് മസ്ജിദ് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ പള്ളി എന്ന പേര് സിദ്ധിക്കാൻ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മക്കയിലാണ് ജനിച്ചത്. നബിതങ്ങൾ ജനിക്കുന്ന ആ സാഹചര്യം, ആ അവസ്ഥ എന്ന് പറയുന്നത് മക്കയിൽ എല്ലാവിധ അക്രമങ്ങളും എല്ലാവിധ മോശത്തരങ്ങളും നടമാടിയിരുന്ന ഒരു വൃത്തികെട്ട സ്ഥലമായിരുന്നു. അന്യോന്യം തമ്മിൽ വിശ്വാസമില്ല, കള്ളും പെണ്ണും കൂടാതെ ഒരു മനുഷ്യന് ഇവിടെ ജീവിക്കാൻ പറ്റുകയില്ല, സത്യസന്ധത, വിട്ടുവീഴ്ച, ക്ഷമ ആർക്കുമില്ല. അങ്ങനെ തോന്നിയ പോലുള്ള ഒരു കുത്തഴിഞ്ഞ ജീവിതം നടമാടിക്കൊണ്ടിരുന്ന രാജ്യത്ത്, ഈ സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുല്ല ആമിന ബീവി ദമ്പതികളുടെ മകനായിട്ട് ജനിച്ചു. ജനിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അബ്ദുല്ല എന്നവർ, അതായത് പിതാവ്, ഈ ലോകത്തോട് നഷ്ടപ്പെട്ടു. നബിതങ്ങൾ എത്തി കാഅബ ശരീഫിന്റെ പരിസരത്ത് പ്രസവിക്കുന്ന കുഞ്ഞിനെ അവിടെ കൊണ്ടുവെക്കും. ആ കുഞ്ഞിന് കൊടുക്കാനുള്ള സ്വത്തും അവിടെ കൊണ്ടുവെക്കും. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചു. കുഞ്ഞിനെ കാഅബ ശരീഫുണ്ട്, ആ പള്ളി നിലനിർത്താൻ സാധിക്കും. ആരായത് ഹുദൈബ റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകൾ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി മക്കയിലേക്ക് വന്നത്. നിങ്ങൾ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ മലയുടെ താഴ്ഭാഗത്ത് ഒരു പള്ളി കാണും. നോക്കി, ഇടത് ഭാഗത്തേക്ക് നോക്കി, കണ്ടോ ഒരു മിനാരവും കുട്ടികളുള്ള പള്ളി. അങ്ങനെ വെച്ചാണ് ഹുദൈബ റളിയല്ലാഹു അൻഹുവിനെ ഇവിടെയുള്ള ശത്രുക്കൾ തൂക്കുമരത്തിൽ കയറ്റിയത്. ഇത് നമ്മൾ ഹറമിന്റെ തൊട്ടു വെളിയിലാണ് ഈ പള്ളി. ഹറമിനെ അറിയിക്കുന്ന പിന്നെ കുറ്റിത്തൂടാണ് ഈ കാണുന്നത്. ഇടത് ഭാഗത്തേക്ക് നോക്കിയാൽ കുറ്റിത്തൂട് കണ്ടോ? അതിന്റെ അപ്പുറമാണ് ഹറമിന്റെ വെളിയിലാണ് ഈ വലതു ഭാഗത്ത് വരുന്ന പള്ളി, ആയിഷ പള്ളി. ഓക്കെ, ഹറമിനെ തിരിച്ചറിയുന്ന അടയാളങ്ങളാണ് ആ കുറ്റിത്തൂടുകളെല്ലാം.
നമ്മുടെ ഉംറ സിയാറത്തിൻ്റെ അവസാനത്തെ ഈ തവണത്തെ ലാസ്റ്റത്തെ ഉംറ നിർവഹിക്കാനായി ആയിഷ മസ്ജിദിൽ എത്തിയിരിക്കുകയാണ്. ധാരാളം ഉംറ ചെയ്യാൻ വേണ്ടി ധാരാളം വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന പള്ളിയുടെ ഉൾവശമാണ്. നല്ല മനോഹരമായൊരു പള്ളിയാണ്. ധാരാളം പേര് ഇഹ്റാം കെട്ടി പള്ളിക്കകത്ത് സുന്നത്ത് നിസ്കാരം എല്ലാം ആയിട്ട് നമ്മളങ്ങനെ ഇഹ്റാം കെട്ടി അടുത്ത ഉംറയ്ക്ക് വേണ്ടി ഹറമിലേക്ക് പോവുകയാണ്. ഇതാണ് ആയിഷ പള്ളിയുടെ ഉൾവശം. പള്ളിയുടെ മിനാരം, പള്ളിയുടെ ഫ്രണ്ടെന്നുള്ള വ്യൂ. ഏകദേശം രാവിലെ ഒരു 7 മണിയായിട്ട് നമ്മൾ വന്ന വാഹനക്കിടക്കാണ്. വാഹനത്തെ കയറിത പോകുന്നു.